ബീഫ് മന്തി ഉണ്ടാക്കിയാലോ? കുറച്ചധികം കാലമായി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും എല്ലാവരും മന്തി ഉണ്ടാക്കുന്നു, ഹനീദ് ഉണ്ടാക്കുന്നു, അങ്ങനെ പല പല മന്തി വെറൈറ്റീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ, ഞാനും വീട്ടിലുണ്ടാക്കാം. പക്ഷെ എന്ത് ഐറ്റം ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിൽ ഞാൻ ഐറ്റം ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈ ലെമൺ തേടി 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 കാനഡയിൽ കുറേ കടകൾ തേടി അവസാനം ഞാൻ നോക്കുമ്പോൾ ഒരു ഡ്രൈ ലെമൺ ആയിട്ട് കിട്ടണില്ല. ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കണോണ്ട് എന്തിനാ വെറുതെ കുറേ ഡ്രൈ ലെമൺ വാങ്ങി കാശ് കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, ചാറ്റ് ജി പി ടി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവനകത്ത് നാരങ്ങ വെച്ചു. ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ച് അവൻ മുഴുവൻ പിളിപിളിയായി. അവസാനം അത് മുഴുവൻ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ എയർ ഫ്രൈനകത്ത് വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുത്ത് ഇപ്പം സെറ്റായി. പക്ഷെ ലേശം ഓട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സംഭവം ശരിക്കും നമ്മുടെ ഡ്രൈ ലെമൺ പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ കാശ് കൊടുത്ത് കടയിൽ പോയി വാങ്ങാം. ഓക്കെ. ഹാവിങ് സെഡ് ദാറ്റ്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അവസാനം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കില്ല. ഞാൻ അങ്ങനെയാണ്. ഞാനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരുപാട് ഡെസ്പാവും, പിന്നെ കരച്ചിലായി വീഴ്ചയിലായി. ബട്ട് ട്രസ്റ്റ് മീ, ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഫസ്റ്റ് ട്രൈ ആണല്ലോ. പക്ഷെ ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഇത് അന്യായ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ മസാല, ആ ഫസ്റ്റ് ഉണ്ടാക്കിയ മന്തി മസാല ഉണ്ടല്ലോ, ആ സംഭവം റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വീട് മുഴുവൻ മന്തിമണായിരിക്കും. അത് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് ദാ സോഫ്റ്റ് ബീഫിന്ന് കിള്ളി എടുത്തിട്ട് റൈസിൻ്റെ കൂടെ ഒരു കഴിപ്പങ്ങ് കഴിച്ചാണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവർഫുൾ റൈസും നല്ല സെറ്റ് ബീഫും കിടുക്കൻ ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് പൊക്കിയെടുത്ത് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. അവർക്കും ഭയങ്കര ഇഷ്ടമായി. കാലിയാക്കി, പെട്ടിയും കാലിയാക്കി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, ഇഷ്ടാവൂടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാ.